ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ 3-2 ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് അൽ നസർ. 2026 ആദ്യ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയുക, ഒന്ന് പേടിച്ച് കുറച്ചൊരു കളി തന്നെയായിരുന്നു. അവരങ്ങനെ ടോപ്പ് 2-ൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ പോയിന്റ് ഗ്യാപ്പ് 4 തന്നെ മാറിയിട്ടുണ്ട്. സോ അവരൊരു കഷ്ടകാലത്തിന് ശേഷം 2026 ഒരു ആദ്യ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അണ്ണൻ ടീം നമുക്കറിയാം, അത്ര നല്ല ഒരു ടൈമിലൂടെ അല്ല കടന്നു പോണ. അവരുടെ പറഞ്ഞ പോലെ ഫസ്റ്റ് വിന്നാണ് 2026. അപ്പൊ ഇന്ന് എന്തായാലും അൽ ഹിലാലിന്റെ കളിയുണ്ട്. അവര് തോറ്റ് കഴിഞ്ഞാൽ മാത്രം അൽ നസറിന് ഇനിയും പോയിന്റ് ഗ്യാപ്പ് കുറയുള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്തായാലും പ്രാർത്ഥിക്കാം. കാരണം വേറെ വഴിയൊന്നുമില്ല, അവർ തോറ്റേ പറ്റുള്ളൂ. സോ അങ്ങനെ നല്ലൊരു വിജയം കിട്ടിയിട്ടുണ്ട്. എന്നാലും 3-2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ഗോളിന് ലീഡ് എടുത്തതിന് ശേഷം 2 ഗോൾ അവർ വഴങ്ങുകയും ചെയ്തു. സോ അത് എന്തായാലും അത്ര നല്ല കാര്യമല്ല. കളി കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ ഫാൻസിന് എന്തായാലും ഒരു വിറപ്പിക്കലായിട്ടുണ്ടാവും. ഫെലിക്സിന്റെ ആയിരുന്നു ആ ഒരു ഗോളിലോട്ടുള്ള ഇൻവോൾവ്മെന്റ്. പിന്നെ കോമന്റെ ആ ഒരു ബൈസൈക്കിൾ കിക്ക്. സോ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു കോമന്റെ ആയിന്ന്. ആൾ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ചും. സോ അങ്ങനെ പഴയ ഒരു രീതിയിലേക്ക് അവർ മടങ്ങി വന്നിട്ടുണ്ട്. കോമന്റെ ഒക്കെ പെർഫോമൻസ് ഒരുപാട് എടുത്തു പറയാനുണ്ട്. കാരണം ആളുടെ ഡിഫൻസീവ് വർക്ക് ആണെങ്കിലും ആളൊരു ടോപ്പ് ക്ലാസ് ആണെന്ന് പറയാം. കാരണം അണ്ണന്റെ ഭാഗത്തുനിന്ന് അത്ര വലിയൊരു കളി ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വന്നത് അവർ രണ്ടുപേരും കൂടി ഉള്ള ഒരു മാച്ചിൽ കൂടി വന്നതാണ്. ഫെലിക്സിനായിട്ടുള്ള ഒരു ലിങ്ക് പ്ലേയിലാണ് അത് വന്നത്. പക്ഷെ അതൊരു ഓൺ ഗോൾ ആണ്. സോ അത്ര നല്ല കളിയല്ല ടീം മൊത്തത്തിൽ കളിച്ചത്. നമുക്കറിയാം, ആ ഒരു 2 ഗോളിന്റെ ലീഡിന് ശേഷം ഫാൻസ് എന്തായാലും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. അത്രയും ഒരു സുഖമല്ലാത്തൊരു കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ പതിയെ ട്രാക്കിലേക്ക് വന്നിരുന്നു. എടുത്തു പറയേണ്ട അധികം പെർഫോമൻസ് ഒന്നും തോന്നിയില്ല. കാരണം അണ്ണന്റെ ചില വികൃതികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടാണ് ഗോൾ കീപ്പർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ. അതാണ് പുള്ളിയുടെ ആകെ ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു ഗോൾ അസിസ്റ്റോ അതിനൊത്തൊരു കളിയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു വിജയം കിട്ടി എന്നുള്ളതാണ്. പലപ്പോഴും ടീം നമുക്കറിയാം മിഡ്ഫീൽഡ് പൊട്ടണ നമ്മൾ കണ്ടാണ്. അതുപോലെ തന്നെ ബാക്ക് ലൈൻ ഇട്ട് കളിക്കുന്നതും ഒരു ഹൈ ലൈനാണ്. അത് അത്ര സെറ്റപ്പ് ഒന്നുമല്ല. പിന്നെ ആ രണ്ടാമത്തെ ഗോൾ വന്നു. അതോടെ കളി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയെന്ന് പറയാം. കാരണം ഫാൻസ് എന്തായാലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാകും. തല പുകഞ്ഞൊരു മൂവ്മെന്റ് ആയിരുന്നു അത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഒരു കപ്പിൾ ഓഫ് വീക്ക് ആയിട്ട് ബോട്ട്ലിംഗ് FC ആയിട്ട് മാറിയിട്ടുണ്ട് നിലവിൽ. പിന്നെയും ഒരു ഷിറ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചു എന്നുള്ളതാണ്. നമ്മൾ കണ്ടാണ് ജീസസിന്റെ ടാറ്റിക്സ് ഒന്നും ഇപ്പൊ അങ്ങോട്ട് വർക്ക് ആവണില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഹൈ ലൈൻ കളിക്കണതാണെങ്കിലും അത്ര സൂട്ടബിൾ അല്ല. കാരണം 2-3 പാസിൽ തന്നെ അൽ നസറിന്റെ ഡിഫൻസ് പൊട്ടുന്നുണ്ട്. അതിപ്പോ കളി കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അത്രയും സൂപ്പർ ഒന്നല്ല. പിന്നെ ഗാരിബിന്റെ ആ ഒരു ഗോളിലാണ് ആ ഒരു വിജയ ഗോള് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബാക്ക് ടു ഒരു വിന്നിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും തിരിച്ചു വരും അൽ നസർ. പിന്നെ 2-0 ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയം റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു ഒറ്റ പോയിന്റിന്റെ ഗ്യാപ്പേ ഉള്ളൂ നിലവിൽ. പക്ഷെ ബാഴ്സലോണക്ക് ഒരു കളി കുറച്ചേ അവർ കളിച്ചിട്ടുള്ളൂ. പക്ഷെ റയൽ മാഡ്രിഡിന് ഒരു വിജയം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എംബാപ്പയുടെ ആയിരുന്നു ആ ഒരു പെനാൽറ്റി ഗോൾ. ആള് തന്നെ സ്വന്തമാക്കിയൊരു പെനാൽറ്റി ആയിരുന്നു. ആളുടെ ആ ഒരു മൂവ്മെന്റിലാണ് ഇപ്പൊ നിലവിൽ റയൽ മാഡ്രിഡ് നിൽക്കണം. നമുക്കറിയാം, ഒരു എംബാപ്പെ FC ആയിട്ട് മാറിക്കഴിഞ്ഞു. ആളുടെ ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നില്ല. എന്നാലും ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയ കാര്യങ്ങളെല്ലാം ആള് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് എല്ലാവരും കണ്ടാണ്. പുള്ളി തന്നെ ബോക്സിലേക്ക് പന്തെടുത്തോടി പുള്ളിനെ തന്നെ ഫൗൾ ചെയ്ത് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നത്. അത് മുതലെടുത്തു എന്നുള്ളതാണ്. സോ ഒരു തിരക്കേടില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എംബാപ്പെ. ആ ഒരു ക്ലീൻ പെനാൽറ്റി തന്നെയാണ് അത്. കാരണം അത് കണ്ടാൽ അറിയാം, അത്ര ക്ലീൻ ടാക്കിൾ അല്ലായിരുന്നു. അങ്ങനെ ഒരു ടീം എന്ന നിലയിൽ അത്ര പോരാ നിലവിൽ റയൽ മാഡ്രിഡ്. കളി കാണുന്ന എല്ലാ ഫാൻസിനും അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു ഹെഡർ ഗോൾ ആയിരുന്നു അസൻസിയോന്റെ. അത്യാവശ്യം നല്ലൊരു എയർ ഹെഡർ തന്നെയായിരുന്നു. ഒരു റാമോസിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹെഡർ കൂടിയായിരുന്നു. ആളുടെ ആ ഒരു മാസ്കും ആ ഒരു പഴയ ഒരു റാമോസ് ടച്ച് ആയിരുന്നു ആ ഒരു ഗോളിലും. ആളുടെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ആള് കളിച്ചു. നമ്മൾ കണ്ടാണ് ആളുടെ ചില മൂവ്മെന്റ്സും. ഡിഫൻസീവ് വർക്കിലെ ആള് പക്ഷെ അത്ര ചില ടൈമിൽ പോരാ. കാരണം ആളുടെ ടൈമിംഗ് ഒക്കെ തെറ്റുണ്ട്. നമുക്കറിയാം, 20 വയസ്സേ ഉള്ളൂ. ആൾ ഇനി ഇമ്പ്രൂവ് ആവാനുണ്ട്. അടുത്തൊരു ഫ്യൂച്ചർ ആണെന്ന് പറയാം. പക്ഷെ ഇനിയും ഓൺ ദ ബോളിബിലിറ്റിയിൽ ചില ടൈമിൽ ആളുടെ ഒരു ബോൾ പെട്ടെന്ന് കൺട്രോൾ പോകുന്ന ടൈമിലൊക്കെ ഉണ്ട്. പക്ഷെ ഓവറോൾ ഇന്നലെ അത്ര കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചത്. ടോട്ടലി ഒരു സൂപ്പർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ ആർദർ ഗുളറിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. കാരണം ആളുടെ ഒരു ചാൻസ് ക്രിയേഷൻ അത്രയും ടോപ്പ് ക്ലാസ് ആണ്. നമുക്കറിയാം, സാബി ആണ് ആൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്തത്. ആഞ്ചലോട്ടിയുടെ കീഴിൽ അധികം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആള് ടോപ്പായിട്ട് പെർഫോമൻസ് നടത്തുന്നുണ്ട്. ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു
കിടിലിന് ഇമ്പാക്റ്റ് ആണ് എല്ലാ മത്സരത്തിലും ആളിപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അത്ര നല്ല പെർഫോമൻസ് അല്ല റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്ന് വന്നത്, നമ്മൾ കണ്ടാണ്. അവർക്ക് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. പിന്നെ വിനിക്കിട്ടിയ ഫാൻസിന്റെ കയ്യിൽ നിന്നുള്ളൊരു കൂവലും കാര്യങ്ങളെല്ലാം കണ്ടു തന്നെയാണ്. പിന്നെ ബാഴ്സക്ക് ഇന്ന് കളിയുണ്ട് 1:30 നമുക്കറിയാം. അപ്പൊ അതിനുവേണ്ടിയാണ് റയൽ മാഡ്രിഡ് എന്തായാലും നമുക്കറിയാം വെയിറ്റ് ചെയ്തിരിക്കണായിരിക്കും അവരുടെ തോൽവിക്ക് വേണ്ടിയിട്ട്.